ബി അശോക് IAS സസ്പെൻഷൻ അനുമതിയില്ലാതെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിച്ചതിനാണ് സസ്പെൻഷൻ. നിലവിൽ കാർഷിക സർവകലാശാല VC ബി അശോക്. സൈഫ് സൈനുൽ ആബ്ദീൻ വിശദാംശങ്ങൾ നൽകും. സൈഫ്, ബി അശോകിനെതിരെ വലിയൊരു നടപടിയിലേക്ക് സർക്കാർ കടക്കുന്നു, അതിന്റെ സാഹചര്യം? തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് കടുത്ത നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുന്നത് എന്നുള്ളതാണ് സൈഫുദ്ദീൻ ശ്രദ്ധേയമായ കാര്യം. മുതിർന്ന IAS ഉദ്യോഗസ്ഥനാണ് ബി അശോക്. അദ്ദേഹവും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള സ്വരച്ചേർച്ചയിലും കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കാണുന്നതാണ്. അദ്ദേഹത്തെ പ്രധാനപ്പെട്ട തസ്തികയിൽ നിന്ന് മാറ്റി സംസ്ഥാന സർക്കാർ മറ്റ് നിയമനങ്ങൾ നൽകിയപ്പോൾ ട്രിബ്യൂണലിനെ സമീപിച്ചുകൊണ്ട് സർക്കാരിനെതിരെ വിധി സമ്പാദിച്ച ആളാണ് ബി അശോക്. അതിനിടയിലാണ് അദ്ദേഹം ഒരു അഭിമുഖം ചില മാധ്യമങ്ങൾക്ക് നൽകിയത്. ആദ്യം കേരള ശബ്ദത്തിന് നൽകുന്നു, പിന്നീട് ചില മാധ്യമങ്ങൾക്ക് അദ്ദേഹം വീണ്ടും അഭിമുഖം നൽകുകയുണ്ടായി. തുടർഭരണമുണ്ടായാൽ ഫാസിസ്റ്റ് മനോഭാവത്തിലേക്ക് കേരളം പോകും, അതുകൊണ്ട് ജനങ്ങൾ ജാഗ്രതയോടുകൂടി വോട്ട് ചെയ്യണം. മമ്മൂട്ടിയെ വിമർശിച്ചതും വീണ ജോർജിനെതിരെ പ്രതികരിച്ച ആൾക്കാർക്കെതിരെ കേസെടുത്തതുമെല്ലാം ഫാസിസ്റ്റ് മനോഭാവത്തിൻ്റെ സൂചനകളായിട്ട് അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ഇതാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാനുള്ള കാരണമായിട്ട് ചീഫ് സെക്രട്ടറി ഇറക്കിയ ഉത്തരവിൽ പറയുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയില്ലാതെ ഉദ്യോഗസ്ഥരുടെ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് അഭിമുഖം നൽകി. ഈ കാരണത്താൽ അദ്ദേഹത്തെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്ന കാര്യം. സൈഫുദ്ദീൻ.